നമ്മുടെ വിമിഷ വിനോദിന്റെ ബർത്ത്ഡേ ആണ്. സ്വാഭാവികമായിട്ട് വിമിഷ വിനോദിനെ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ തബ്ഷീർ അബ്ദുള്ളയായാലും വിമിഷ വിനോദ് ആയാലും എൻ്റെ എന്താ പറയുന്നത് കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 1 മുതൽ 4 വരെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. ഞങ്ങളാണ് ഇന്ന് പബ്ലിക് കേരളയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഇന്ന് വിമിഷ വിനോദിന്റെ ബർത്ത്ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരിപാടികളുണ്ട്. നമുക്ക് ആദ്യം കേക്ക് മുറിക്കാം അല്ല റിയാസ്? ഓക്കെ, റിയാസ് നമ്മുടെ ചാരിറ്റി ടീമുമായി ബന്ധപ്പെട്ട ആളാണ്. പബ്ലിക് കേരളയുടെ ചാരിറ്റി ടീം അതിൽ നിലവിൽ റിയാസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ തബ്ഷീറാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിട്ടുള്ളത്. തബ്ഷീർ എന്തായാലും നമുക്ക് ഫ്രെയിമിലോട്ട് കൊണ്ടുവരാം. ഒപ്പം ഇവിടെ വേറെ 2 പേരുണ്ട്, നമുക്കത് പിന്നീട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, തുടങ്ങാം. റെഡി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ വിമിഷ വിനോദ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിന്റെ ചുറ്റുമുള്ളത് കിറ്റ്കാറ്റ് ആണ്. കാരണം വിമിഷ എന്നോട് ഇന്നലെ കിറ്റ്കാറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ നമ്മുടെ ഓഫീസ് ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു ക്ലീൻ ചെയ്യാം, പകരം എനിക്ക് എന്ത് വേണം, കിറ്റ്കാറ്റ് വേണോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നത്തെ കേക്കിൽ രാത്രി തന്നെ ഒരു കിറ്റ്കാറ്റ് ഓർഡർ ചെയ്തിട്ട് അതിന് ചുറ്റും കിറ്റ്കാറ്റ് വെക്കുന്ന പോലെ തന്നെ ഒരു കേക്ക് റെഡിയാക്കി. എന്തായാലും നമുക്ക് കേക്ക് മുറിക്കാലോ അല്ലേ? റെഡി? വാ മുറിക്കാം. വിമിഷക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടിയുണ്ട്. പബ്ലിക് കേരളയുടെ ഒരു ചെറിയ സമ്മാനം. അപ്പൊ ആ സമ്മാനം നമുക്ക് കൊടുക്കാലോ അല്ലേ ബഷീറ? ഓക്കെ ഓക്കെ. നമ്മൾ വിമിഷ വിനോദിന് ഒരു ചെറിയ സമ്മാനം കൂടി കൊടുക്കുന്നു. നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ തബ്ഷീറ ഒന്ന് ക്ലോസ് ചെയ്തോ. വിമിഷ നീ എന്നെ പൊട്ടിച്ച ഇവിടെ വെച്ച് പൊട്ടിച്ച ചെറിയ സമ്മാനം. ഒപ്പോ ന്യൂ വേർഷൻ, ഒപ്പോയുടെ പുതിയ മോഡൽ ഫോണാണ്. നല്ല ക്യാമറ ക്ലാരിറ്റി എല്ലാം ഉള്ള സാധനമാണ്. പൊട്ടിച്ചോ. ഇത് അതിന്റെ ഹെഡ്സെറ്റ് ആണ്. പൊട്ടിച്ചോ. സെന്റിമെന്റലായ ഈ പൊതുവെ ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ കരിയണം വിമിഷ. അതാണ് അതിന്റെ ഒരു അംഗീകാരം എല്ലാം പറയുന്നത്. എന്നാലേ ഒരു രസം ഉണ്ടാവും. പൊട്ടിച്ചോ പൊട്ടിച്ചോ. ഞാൻ പൊട്ടിച്ച. എന്താണ് വിമിഷ ബർത്ത്ഡേ നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള? പ്രേക്ഷകരോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഞാൻ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല പിറന്നാളൊന്നും. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒന്നിച്ച് മാത്രം. ഇവിടെ വന്നതിന് ശേഷം, അതായത് ഞാനിവിടെ ഓഫീസിൽ വന്നിട്ട് 2 വർഷമായി. 2 വർഷത്തിലും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച്
കൂടുതലാണ് എക്സൈറ്റ്മെന്റ്. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഉടക്കിയിരിക്കുന്നു, എന്റെ പിറന്നാൾ മറന്നു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ പരാതി അതായത് ഓഫീസിൽ ആർക്കും ഇവളുടെ പെരുന്നാൾ ഓർമ്മയില്ല എന്നാണ് ഇവളുടെ ധാരണ. പക്ഷെ നമ്മളാരാണ് മോന്? ഞങ്ങൾക്കും തബ്ഷീറിന് ഇന്നലെ രാത്രി ഈ കഥ വളരെ വ്യക്തമായി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ രാവിലെ ഓഫീസിലേക്ക് വന്നപ്പോ സാധാരണ പോലെ തന്നെ, ആരും ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴും ഉള്ള പോലെ തന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു. എന്ത് പറയുന്നു, സോറി, താങ്ക്സ്. സെന്റിമെന്റലായി വിമിഷ വിനോദ് പൊട്ടിക്കരയാൻ വേണ്ടി പോവാണ്. പൊട്ടിക്കരയാണ് വിമിഷ വിനോദ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു ഞങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, എന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കേക്ക് തരാൻ പറ്റാത്തത് തന്നെയാണ്. എന്തായാലും ഒരു ദിവസം നമ്മുടെ പ്രേക്ഷകരെയൊക്കെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞത്, അല്ല റിയാസ് തബ്ഷീറ, ഏറ്റവും കുറഞ്ഞത് ഒരു കേക്കിന്റെ കഷ്ണമെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഒപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പോ ഫറാത്തിന്റെ ഉമ്മയും ഫറാത്തിന്റെ ഉപ്പയും ഉണ്ട്. അപ്പോ അവരെ നമ്മൾ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാത്തതാണ്. ഫറാത്ത് മോന്റെ സങ്കടങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അവരിപ്പോ വല്ലാത്ത ഹാപ്പിയിലാണ്. അവരെയും നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്തായാലും വിഷ് യു എ ഹാപ്പി, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു.